ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ദി കറൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് ആ ഒരു പേഴ്സൺ വരുത്താൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ 7 ഓഫ് സോഡാണ്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ 7 ഓഫ് സോഡാണ്, ദ മൂൺ കാർഡ് ആൻഡ് ദ 3 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഒറാക്കിൾ മെസ്സേജസ് കൂടി എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ട്രാൻസ്ഫോർമേഷൻ കാർഡാണ്, ഫെലോ ട്രാവലേഴ്സ്, ഇംപസേ. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ഗ്രേറ്റ് അഡ്വഞ്ചർ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ടേക്ക് റിസ്ക്, വെഞ്ച് ഓഫ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയ കാർഡ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽസിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സപ്പോർട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഡിവൈൻ എനർജി ഉണ്ട്. അതിപ്പോൾ ഓരോ ആൾക്കാർ കാണുന്ന രീതിയിലുണ്ടാവും, അത് ബേസ് ചെയ്ത് നിൽക്കും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്നുള്ള രീതിയിലാണ്. അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചത്. അതായത് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പോലെ കണക്കാക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് കെയർ ചെയ്ത ഈ ഒരു ഒരുപാട് പേരുടെ വ്യക്തികളെ സംബന്ധിച്ചിട്ടൊരു സെൽഫിഷ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പായിരുന്നു. ബട്ട് നിങ്ങളത് അറിയുന്നതിന് മുന്നേ ആ ഒരു വ്യക്തി നിങ്ങളെ ആ ഒരു വ്യക്തിയിലേക്ക് വളരെയധികം അഡിക്റ്റഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാകാം. അതായത് എന്നിട്ട് ഒരു 0 എന്നുള്ള ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് പോയതാണ്. അതായത് ഒരു 100 എന്നുള്ള ലെവൽ ഓഫ് എനർജി എഫേർട്ട് ഈ ഒരു വ്യക്തി ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയി ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും 0യിലേക്ക് ആക്കി മാറ്റിയ ഒരു റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്നൊക്കെ പറയുന്നത് സെൽഫിഷ്നെസ്സിനെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും അല്ല, കൂടുതലായിട്ട് നിങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചതും പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് ചിലപ്പം ഈ ഒരു വ്യക്തി അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പരിഗണന നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ചെയ്ത ഒരുപാട് തെറ്റുകൾ കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു പേഴ്സണല്ല വാല്യൂ കൊടുത്തതെങ്കിൽ, ഈ ഒരു പേഴ്സണെ പോലെ സെൽഫിഷ്നെസ്സിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ മൂല്യമായിട്ടുള്ള ഒന്നായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് ഇത് തീർച്ചയായിട്ടും പലരുടെയും എൻഡപ്പായിപ്പോയ ഒരു റിലേഷൻഷിപ്പാണ്. വീണ്ടും അതൊരു റീബർത്ത് പോലെ നമ്മൾ പറയാറില്ലേ, ഒരു സാധനം എൻഡപ്പായിരിക്കുന്ന വീണ്ടും റീബർത്ത് പോലെ വരുന്നതാണ്. ഒരുപാട് പേർക്ക് ഒരു ന്യൂ പേഴ്സൻ്റെ എൻട്രിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുകയാണ്. കാരണം ഇനി എനിക്ക് പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വീണ്ടും അല്ലെങ്കിൽ വേറൊരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽസ് നമ്പേഴ്സിനോട് പല സൈൻസും തരുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ന്യൂ പേഴ്സണെ വീണ്ടും ലൈഫിലേക്ക്, ഇതിപ്പോൾ ഫ്രണ്ട്സ് ഡൈനാമിക് എന്നൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ എക്സ്പീരിയൻസ് കൊണ്ടും നിങ്ങൾ പുതിയൊരു എനർജിയെ വെൽക്കം ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. അത് ഏത് ഇൻറ്റൻഷനോടുകൂടി വന്നാലും ഈ ഒരു പാസ്റ്റിൽ എക്സ്പീരിയൻസ് എനിക്കിങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതുതന്നെയാണ് ഇനി കാര്യമായിട്ട് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴും പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹേർട്ട് ബ്രേക്ക് പോലെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്നതല്ലേ.
കാരണം ഒരുപാട് നിങ്ങളുമായിട്ട് മറ്റൊരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ പേഴ്സണെയോ ഇവിടെ എനിക്ക് കുറച്ച് പേരുടെ എന്ന് പറയുന്നത് വേറൊരു തേർഡ് പാർട്ടി ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ വൈബ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു സംസാര രീതി കൊണ്ട് അവരുടെ സംസാരം കേട്ട് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങളെ അവോയ്ഡ് ചെയ്തതായിട്ടുള്ള എനർജിയൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആസ് എ ഫ്രണ്ടും ആകാം, അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, എന്നാൽ ഫ്രണ്ട്സും ആകാം എന്നുള്ള രീതിയിൽ. അതായത് ഇവിടെ കമ്പാരിസൺ മോഡാണ് കാണിക്കുന്നത്. യു ഡിസേർവ് എ ബെറ്റർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പേഴ്സൺ വിചാരിച്ചു കാണും യെസ് ഐ ഡിസേർവ് എ ബെറ്റർ. ബട്ട് പോകെയാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടാവുന്നതിലും വെച്ച് ബെസ്റ്റ് ഇതായിരുന്നു, ബട്ട് എന്തുകൊണ്ടും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. ബട്ട് ഇനി എനിക്കത് വീണ്ടും എനിക്ക് ആ ഒരു എനർജിയിലേക്കൊക്കെ വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ പായി, ഇതിലൊരു ഫ്യൂച്ചറൊന്നും ഞാൻ കാണുന്നില്ല. കാരണം വൺസ് എ ചീറ്റർ ഈസ് ഓൾവേസ് എ ചീറ്റർ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. ഇനിയും ആ ഒരു വ്യക്തി വീണ്ടും ചതിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇനി ആ ഒരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും കയറാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഒരു ന്യൂ എൻട്രി അല്ലെങ്കിൽ എനിക്ക് പുതിയൊരാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാണിക്കുന്നത്. ബട്ട് നിങ്ങളപ്പോഴും കുറച്ച് പേര് ഒരു ഹോപ്പ് പോലെ നിൽക്കുന്നുണ്ടാകാം, എല്ലാവരും അല്ല, കുറച്ച് പേര് അതിലും ഹോപ്പ് കണ്ടെത്തുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കി വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും സമയം ഞാൻ എന്നെ തന്നെ നോക്കണം, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിക്കോളാം എന്നുള്ള രീതിയിൽ സ്ട്രെങ്ത് എടുത്ത് എനിക്ക് വേറൊരു പേഴ്സണെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബിഗിനിങ് തുടങ്ങണം എന്നുള്ള രീതിയിലായിട്ട് വീണ്ടും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം, നിങ്ങൾക്കൊരു ഉറപ്പ് തരണം എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ മടിക്കുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്താലും നിങ്ങളത് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷനാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവും. നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്കേജസ് ഉണ്ടാവുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ, the communication part. Okay. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോ അപ്പ് ആയിട്ടാണ് കുറേ പേരുടെ എനർജി. കുറച്ച് പേരുടേത് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെയും കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കോൺവെർസേഷനിലൂടെ നിങ്ങൾ എല്ലാ പ്രശ്നവും സോൾവ് ആക്കാം എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ട്, പക്ഷേ അതിന് ഒരുപാട് തടസ്സമുണ്ട്. ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെന്നൊന്നുമില്ല. ബട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും മിസ്സിങ് എനർജിയാണ്, ആ ഒരു മിസ്സിങ് എനർജി എന്നാണ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർ നിങ്ങളെ വാല്യൂ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്. അതായത് എപ്പോഴും ഈ നിങ്ങളിപ്പം പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ എനിക്ക് പലരുടെയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകാം, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും അതേ ഒരു എനർജി റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. പലരും ടെലിപ്പത്തി കണക്ഷൻ ഇവിടെ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ എന്ത് വിചാരിക്കുന്നു അത് തന്നെയാണ് അവിടെയും വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പം എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒരു കാർമേഘങ്ങൾക്കൊടുവിലൊരു സൂര്യൻ എന്തായാലും ഉണ്ടാകും. ദ സൺ കാർഡ് എന്താണ്? ഒരു ഹോപ്പാണ്, ഒരു പുതിയ പോസിറ്റിവിറ്റിയാണ്. ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ലൈഫിൽ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഇത് 10 ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടുന്നത്. അതൊരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. എങ്ങനെയാണ് അത് പോസിബിൾ ആവുക? പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അതൊക്കെ പാടെ മറന്നിട്ട് നിങ്ങൾക്കുമായിട്ടൊരു പുതിയൊരു ബിഗിനിങ് തുടങ്ങണം, എന്നാൽ മാത്രമേ ഇവിടെ ഒരു നല്ല രീതിയിലൊരു ഹോപ്പ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അതിന് ഒരുപാട് ഒരു ഡിസ്റ്റൻസ് മാതിരി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പലർക്കും പോസിബിൾ ആവുന്നുണ്ടാവില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഫേക്ക് ഐഡിയ ഒക്കെ വെച്ച് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് നോക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ടെൻഡൻസി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളവർക്കാണ് ഞാൻ കുറച്ചും കൂടി ഇത് റെസനേറ്റ് ആവുക. അല്ലാത്തവർക്ക് ഇത് റെസനേറ്റ് ആവില്ല എന്നല്ല, അല്ലാത്തവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ മിസ്സിങ് എനർജി ഉണ്ടാവുന്നു എന്നല്ലാതെ പണ്ടത്തെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവുന്നുണ്ടാവില്ല. പക്ഷേ അവരത് പ്രിറ്റൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അത് അവിടെ തന്നെ
തന്നെ ഉണ്ട്, ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബട്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോട്ടൊക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് നാളായിട്ട് ആ ഒരു വ്യക്തി എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ നോ കോണ്ടാക്റ്റിൽ പോയ പേഴ്സൺസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ എൻജോയ് ചെയ്യുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും അല്ലെങ്കിൽ പവർ കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും മൂവ് ഓൺ ചെയ്യാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളിവിടെ ചേസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി മാറി പോകാനാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ബോട്ടം മുതലേക്ക് നമുക്ക് കിട്ടിയത് ദ 10 ഓഫ് വൺസ് ആണ്. ദ 10 ഓഫ് വൺസ്, ദ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദ പേജ് ഓഫ് പെൻഡക്കിൾസ് എന്നുള്ളൊരു കാർഡ്സാണ്. ഒരുപാട് ആൾക്കാരും ബെറ്റർ ഓപ്ഷൻ തേടി പോയതാണ്. തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ നല്ലൊരു പേഴ്സണെ കിട്ടും എന്നുള്ള രീതിയിൽ പോയൊരു പേഴ്സണാണ് ഒരുപാട് ആൾക്കാർ. നേരെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷങ്ങൾ എൻജോയ് അല്ലെങ്കിൽ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഒരു സോളായിട്ടാണ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുക. കാരണം അധികം ഈ ഒരു വ്യക്തിയെ പോലെ ഉള്ളിൽ ഒരുപാട് ദുഷ്ടത അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ട്രൂ ഇൻറ്റൻഷൻ. നമുക്കിവിടെ കാർഡ്സ് വരെ കിട്ടിയിട്ടുണ്ട്, പ്യുവർ ഇൻറ്റൻഷൻ എന്നുള്ളൊരു കാർഡല്ലേ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തതും നിങ്ങൾ തന്നെയായിരിക്കണം, മോട്ടിവേഷൻ കാർഡും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ആരുമില്ല, എല്ലാ സിറ്റുവേഷനിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നു. അപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ എല്ലാവരും ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈം ആയിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേറെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ള തോട്ടൊക്കെ ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി വിശ്വസിക്കുകയാണ് അങ്ങനെയൊന്നും അല്ല, നിങ്ങളെന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഹേർട്ട് ബ്രേക്ക് പോലെ ചിന്തിച്ച് ഹേർട്ട് ബ്രേക്ക് പോലുള്ള സിറ്റുവേഷനിലേക്കൊക്കെ വരുവാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് കിട്ടി. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കരിയർ, അതുപോലെ തന്നെ ഗ്രോത്ത്, അതൊക്കെ കരിയർ റിലേറ്റഡ് ആയിട്ട് കാര്യം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയാണ്, അതിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുകയാണ് എന്ന് കാണിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വിചാരിക്കും ഈ ഒരു വ്യക്തിക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത സമയത്ത് എന്താണ് ഫുൾ ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്തും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, കോൾ ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം നിങ്ങളുടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് മൂഡ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുക. ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തേ പറ്റൂ. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ, അതിനുശേഷമായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക നിങ്ങളുടെ വില എന്താണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് ചെയ്ത് നിൽക്കേണ്ടതല്ല നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കി ഒരുപാട് മുന്നോട്ട് വരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. നേരെ മറിച്ച് ആ ഒരു പേഴ്സൻ്റെ ട്രാൻസ്ഫോർമേഷന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പണ്ടത്തെ പോലെ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേരുടെ കംബാക്ക് എനർജി തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളില്ലാതെ പറ്റും എന്ന് ചിന്തിക്കുന്നെടുക്കുന്നത് വീണ്ടും വീണ്ടും. അതിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരായിക്കോട്ടെ, കംബാക്ക് എനർജിയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഇന്ന് കംബാക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ചിലവർക്ക് ഇന്ന് തന്നെ വരും. പക്ഷേ അവർക്ക് ആ ഒരു കുറ്റബോധം അവർക്ക് ആ ഒരു ചെയ്തു പോയ തെറ്റിൻ്റെ ആഴമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സൽ എനർജി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതേ നാണയത്തിൽ കിട്ടുന്ന ടൈമാണ്, ഓരോ പണി അതേ നാണയത്തിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ, അല്ലെങ്കിൽ അത് അനുഭവിച്ചവരുടെ വേദന എത്രത്തോളമാണ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫീലിങ്സും നിങ്ങൾ അറിയരുത്. ഞാൻ അനുഭവിച്ച ഫീലിങ്സ് അല്ലെങ്കിൽ പെയിൻ
ഒരിക്കലും നിങ്ങളാൽ അറിയരുത് എന്നുള്ള രീതിയിൽ അതൊക്കെ മനസ്സിൽ വെച്ച് ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്ന ഒരു പേഴ്സണാലിറ്റീനെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങളുടെ അടുക്ക വരുന്നുണ്ടെങ്കിലും പണ്ടത്തെ ആ ഒരു ബിഹേവിയറും വെച്ച് വീണ്ടും കംബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരുടെ പേഴ്സണും ഇവിടെ കംബാക്കും ചെയ്യുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ കുറച്ച് കാർമിക്കായിട്ട് എൻഡപ്പായി പോയൊരു പേഴ്സൺ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പായി പോയെങ്കിലും ഇവർക്ക് ആ ഒരു മൊമെൻറ്റ് അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് പല കാര്യങ്ങളും സൊസൈറ്റി അതുപോലെ തന്നെ ഇത് പേഴ്സണായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാതിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ടൈമിന് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ടാവുക, അവരത് കേട്ടിട്ടില്ല, എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അതിന് വിലക്കിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കേൾക്കാതെ നിങ്ങളെക്കാൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ ഇങ്ങനെ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ തറപ്പിച്ച് പറഞ്ഞ വാക്കുകളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്, അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ചിലപ്പോൾ അവരായിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അൺബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങളായിട്ട് മെസ്സേജ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ DP ഒക്കെ കണ്ടിട്ട് ചിലപ്പം വീണ്ടും ബ്ലോക്കൊക്കെ ആക്കാനുള്ള, കാരണം മിസ്സിങ് ഫീലിംഗ് ഉണ്ട്. പക്ഷെ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോയ വാക്കിൻ്റെ ആഴം കുറച്ച് കൂടുതലായതുകൊണ്ട് വീണ്ടും ഒരു ഇവിടെ കംബാക്കിനേക്കാൾ കൂടുതലൊരു സ്റ്റെപ്പ് ബാക്കിങ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ആ ഒരു വ്യക്തി കേട്ടിരുന്നതും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിപ്പം നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, അതൊക്കെ ആ ഒരു വ്യക്തി വളരെയധികം പേടിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, കാരണം ഇപ്പം നിങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സണായിട്ട് ആക്കിയത് എന്നൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ 5 of Wands ആണ്, ദ സ്ട്രെങ്ത് കാർഡാണ്, ദെൻ ദ ജസ്റ്റിസ് കാർഡാണ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തോട്ടിനെ വീണ്ടും കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റും അവസരമുണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തിന് പിന്നാലെ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിപ്പോൾ പേഴ്സണായിട്ടും അതുപോലെ തന്നെ ജോബായിട്ടും കരിയറായിട്ടും എഡ്യൂക്കേഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങളിപ്പോൾ കിട്ടാതെ പോയ ആ ഒരു കാര്യത്തിന് പിറകെയാണ് ഒരുപാട് പേര് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾക്ക് മുന്നിൽ പലരും കണ്ണെടുക്കുകയാണ്, കാരണം അനുഭവങ്ങളാണ് നിങ്ങളുടെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ പലരും തയ്യാറല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഹീലിംഗ് സ്റ്റേജാണ്. അപ്പോൾ ആദ്യം ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കി അതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒരു കോൺഫ്ലിക്റ്റഡ് സൈഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരുപാട് പേർക്ക്. എല്ലാവർക്കും ഒരു സഡൻ ഡിസിഷൻ എടുത്ത് കോൺഫ്ലിക്റ്റഡ് സൈഡ് പോവുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് കുറേ ആൾക്കാരുടെ എടുത്ത് ചാടി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള ദേഷ്യത്തിൽ മേ ബി എന്താ പിന്നെ ഞാനൊരു പേഴ്സണിലേക്ക് ഒരു സിറ്റുവേഷനിൽ എടുത്ത് ചാടിയിട്ട് തന്നെ കാര്യമെങ്കിൽ അതും ഇതിനേക്കാളും ബേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും, കുറച്ച് പേർക്കൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലത്തെ ട്രാൻസ്ഫോർമേഷൻ, ദ ഫിനിക്സ് ബേർഡ് പോലെ അല്ലേ. എന്ത് തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിന് മുകളിലൂടെ പറന്നു പോകാൻ, അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു പോകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ന്യൂ വേ ഓഫ് ലിവിങ് എമർജസ് എന്നുള്ള ഒരു പുതിയ തുടക്കം പലരിലുമുണ്ട്. അതൊരു പുതിയ സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഇത് പുതിയ പേഴ്സൺസ് ആകാം, എന്തുമാകാം. അത് ഓരോ ആൾക്കും ഓരോരോ ഡിഫറൻസ് ആയിരിക്കും. ഫെല്ലോ ട്രാവലേഴ്സ് എന്നുള്ളൊരു കാർഡാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് യു. അതായത് നിങ്ങൾക്ക് ചുറ്റും സപ്പോർട്ടുണ്ട്, അത് കാണാൻ വേണ്ടി ശ്രമിക്കുക, അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ. അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഇൻഡ്യൂഷൻ വഴിയായിരിക്കാം, ചിലർക്ക് ഏഞ്ചൽസ് നമ്പേഴ്സ് വഴിയായിരിക്കാം, ചിലർക്ക് ബട്ടർഫ്ലൈസ് വഴിയായിരിക്കാം. ഓരോർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ.
അതുപോലെ തന്നെ ഇമ്പാസി എന്നുള്ളൊരു കാർഡാണ്. അതായത് റിഫ്ലക്റ്റ് ആൻഡ് റീഡയറക്റ്റ് യുവർ എനർജി. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കൂ. അതുപോലെ തന്നെ അതിന് വേണ്ടി പരിശ്രമിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്നുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടി റിസ്ക് എടുത്ത് മുന്നോട്ട് പൊക്കോളൂ. വെഞ്ചർ ഫോർവേഡ്, മുന്നോട്ട് തന്നെ നീങ്ങിക്കോളൂ. പാസ്റ്റിലൊരു എക്സ്പീരിയൻസ് മോശമാണെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മദർ മേരി കാർഡ്, ലോർഡ് ഗണേശ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിഘ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾക്ക് വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോകാം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഡയാനയാണ്. ദ ഫോക്കസ്ഡ് ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഇൻറ്റൻഷനെ ഫോക്കസ് ചെയ്തോളൂ എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കിക്കോളൂ, അതിന് വേണ്ടി പ്രവർത്തിച്ചോളൂ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പോസിബിളാണ്. നിങ്ങളുടെ ഡ്രീം, അതുപോലെ തന്നെ വിഷൻ, ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട്, അല്ലെങ്കിൽ അത് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പൊക്കോളൂ. അത് റിയലായിട്ട് നടക്കാൻ, അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് നടക്കില്ലെന്ന് വിശ്വസിക്കുന്നു, ചിലപ്പോൾ അതായിരിക്കാം നടക്കുന്നത്. അത് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതല്ലേ. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ലോർഡ് ഗണേശ കാർഡാണ്. ആ ലോർഡ് ഗണേശ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് അബണ്ടൻസ് ആണ്. ഒരുപാട് അവസരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഓൺ ദ വേ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടായ തടസ്സങ്ങൾ, പലർക്കും തടസ്സങ്ങൾ മാറാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു ജാതി മതം അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ലോർഡ് ഗണേശ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ സ്പിരിച്വൽ സപ്പോർട്ടായിട്ട് ലോർഡ് ഗണേശ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു ടൈം വളരെയധികം കൂടുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അടുത്തത് മദർ മേരി എന്നുള്ള ഒരു കാർഡാണ്. ലവ് ആൻഡ് പീസ് എന്നുള്ളതാണ്. ലെറ്റ് ഗോ ദ നീഡ് ടു ബി റൈറ്റ്, ചൂസ് പീസ്, മദർ ഹീലിംഗ് ഈസ് പോസിബിൾ അറ്റ് ദ ടൈം. ചില കാര്യങ്ങൾ നിങ്ങൾ സമാധാനപൂർവ്വം കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ഇമോഷണലിനെ കാട്ടി കൂടുതൽ പ്രാക്ടിക്കൽ സൈഡിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സമാധാനമാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് എപ്പം യുദ്ധവും കലഹവും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മദർ മേരിയുടെ പ്രേയേഴ്സ്, എഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മദർ ഹീലിംഗ് പോസിബിൾ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.